കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ഗോവിന്ദചാമിയെ ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ച് അല്പസമയം മുൻപ് തെളിവെടുപ്പും നടത്തി. ജയിൽ ചാടിയത് എങ്ങനെയെന്ന് ഗോവിന്ദചാമി പോലീസിന് മുന്നിൽ വിശദീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം ഈ ജയിൽ ചാടാൻ നടത്തിയത് 8 മാസത്തെ ആസൂത്രണമെന്നും ഗോവിന്ദചാമി മൊഴി നൽകിയിട്ടുണ്ട്. ബിസ്ക്കറ്റിന്റെ കവറുകളൊക്കെ സൂക്ഷിച്ചു വെച്ചു. ഈ കവർ ഉപയോഗിച്ചാണ് ഫെൻസിംഗിൽ പിടിച്ചതെന്നും ഗോവിന്ദചാമി പറയുന്നു. റിപ്പർ ജയാനന്ദനെ ജയിൽ ചാട്ടത്തിന് മാതൃകയാക്കിയെന്ന് മൊഴിയുണ്ട്. ഫെലിക്സ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഫെലിക്സ്, കൂടുതൽ വിവരങ്ങൾ, ആസൂത്രണം എങ്ങനെ, അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. റിപ്പർ ജയാനന്ദനായിരുന്നു റോൾ മോഡൽ. തീർച്ചയായിട്ടും ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ ഗോവിന്ദചാമി മാതൃകയാക്കിയത് റിപ്പർ ജയാനന്ദന്റെയാണ്. ഗോവിന്ദചാമി തന്നെയാണ് പോലീസിന് മൊഴി നൽകിയത്. അത് മറ്റ് സഹതടവുകാരിൽ നിന്നാണ് റിപ്പർ ജയാനന്ദൻ എങ്ങനെ ജയിൽ ചാടിയെന്ന് ഇയാൾ പഠിച്ചത്. നമുക്കറിയാം, റിപ്പർ ജയാനന്ദൻ സമാനമായ രീതിയിൽ ഈ സെല്ലിലെ കമ്പി മുറിച്ചു മാറ്റിയാണ് അതിലൂടെ പുറത്തേക്ക് കടന്നത്. അതേ മാതൃക തന്നെയാണ് ഈ ജയിൽ ചാട്ടത്തിലും ഗോവിന്ദചാമി ആസൂത്രണം ചെയ്തത്. ഇത് 8 മാസത്തെ ആസൂത്രണമുണ്ട്. ഒരു കമ്പി മുറിക്കാൻ 2 മാസം എടുത്തു എന്നതാണ് ഈ ഗോവിന്ദചാമി പോലീസിന് നൽകിയ മൊഴി. അങ്ങനെ 6ലേറെ കമ്പികളുണ്ടായിരുന്നു. അതൊക്കെ തന്നെ 4 കമ്പികളുണ്ടായിരുന്നു. അത് മുറിച്ചു മാറ്റാനാണ് ഈ സമയം എടുത്തത്. ഈ മുറിച്ചു മാറ്റിയ കമ്പികൾ അത് അവിടെ ജയിലിലെ ജീവനക്കാർ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വരുമ്പോൾ കാണാതിരിക്കാൻ അത് നൂലുപയോഗിച്ച് കെട്ടിവെച്ചു. അതായത് അത് വീണു പോകാതിരിക്കാൻ മുകളിലും താഴെയുമായി ചെറിയൊരു നൂല് ഉപയോഗിച്ചാണ് കെട്ടിവെച്ചത്. അതുകൊണ്ട് ഇത് മുറിച്ചതാണെന്ന് ആർക്കും തന്നെ മനസ്സിലായില്ല. മാത്രമല്ല, ഈ ബിസ്ക്കറ്റിൻ്റെ കവറുകൾ അവിടെ സൂക്ഷിച്ചു വെച്ചു. ആ കവർ ഉപയോഗിച്ചാണ് ഇയാൾ ഈ ഫെൻസിങ്ങിൽ പിടിച്ചത്. അതായത് ഈ വൈദ്യുതി ഈ ഫെൻസിങ്ങിൽ ഉണ്ട് എന്നതാണ്, മതിലിന് മുകളിലെ ഫെൻസിങ്ങിൽ ഉണ്ട് എന്നതാണ് ഈ ഗോവിന്ദചാമി കരുതിയത്. അതുകൊണ്ട് ഈ ബിസ്ക്കറ്റിൻ്റെ കവർ ഉപയോഗിച്ച് അതിൽ പിടിച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അതിന് ഉപയോഗിച്ച തുണി അവിടെ അലക്കി വിരിച്ചിരുന്ന, പുറത്ത് അയൽ വിരിച്ചിരുന്ന തുണിയാണ് അതിന് ഉപയോഗിച്ചത്. മാത്രമല്ല, കമ്പും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കമ്പ് ഉപയോഗിച്ചാണ് ആദ്യത്തെ മതിൽ ചാടിക്കടക്കുന്നത്. അതിനുശേഷം 2ാമത്തെ മതിലിനാണ് തുണി ഉപയോഗിച്ചിട്ടുള്ളത്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ മൊഴിയെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. തെളിവെടുപ്പിൻ്റെ സമയത്ത് ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് മുൻപിൽ, ക്യാമറകൾക്ക് മുമ്പിൽ ടാറ്റ നൽകിയാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇയാൾ സ്റ്റേഷനിലേക്ക് മടങ്ങിയത്. എന്ന് വെച്ചാൽ ഒരു കൂസലുമില്ല, യാതൊരു കുറ്റബോധവുമില്ല, ഒരു മാനസാന്തരവുമില്ല എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഏതായാലും ഇപ്പോൾ 14 ദിവസത്തെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തിരികെ മടക്കി അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ 10ാം നമ്പർ ബ്ലോക്കിൽ തന്നെയാണോ ഇന്നത്തെ ദിവസം ഗോവിന്ദചാമി ഉണ്ടായിരിക്കുക എന്നറിയില്ല. അതേസമയം ഗോവിന്ദചാമി ജയിൽ മാറ്റാൻ ആലോചിക്കുന്നുണ്ട്. വിയ്യൂർ സെൻട്രൽ ജയിലിലേക്കായിരിക്കും ഒരുപക്ഷെ മാറ്റുക. അത് കണ്ണൂർ ജയിൽ സൂപ്രണ്ടിൻ്റെ അതിൻ്റെ തീരുമാനമുണ്ട്. ഒപ്പം തന്നെ ജയിൽ DGP അക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. അങ്ങനെയായിരിക്കും അതിൻ്റെ അത്ര അന്തിമ തീരുമാനം ഉണ്ടാവുക. അതിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 14 ദിവസത്തേക്ക് ഗോവിന്ദചാമിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ജയിൽ DIG കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥരുടെയും സഹതടവുകാരുടെയും മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. സഹതടവുകാരൻ ഈ സെല്ലിൽ ഇയാൾക്കൊപ്പം, ഗോവിന്ദചാമിക്കൊപ്പം മറ്റൊരു സഹതടവുകാരൻ കൂടി ഉണ്ടായിരുന്നു. അയാൾ തനിക്കൊന്നും അറിഞ്ഞില്ല എന്നാണ് മൊഴി നൽകിയത്. മാത്രമല്ല, ഈ ഗോവിന്ദചാമി നൽകിയ മൊഴിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാത്രി ഉറങ്ങിയിരുന്നില്ല. രാത്രിയാണ് ഈ കമ്പി മുറിച്ചത്. അതൊരു അരം ഉപയോഗിച്ച് മുറിക്കുകയാണ് ഉണ്ടായത്. അതേസമയം പകൽ കിടന്നുറങ്ങി. രാത്രി അരം ഉപയോഗിച്ച് മുറിക്കുമ്പോൾ അതിൻ്റെ ശബ്ദം മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ, ജയിലിലെ ജീവനക്കാർ കേൾക്കാതിരിക്കാൻ ആദ്യം ഈ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ കൊട്ടും. അതിൽ കൊട്ടി അതിൻ്റെ ഒച്ച കേട്ട് ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ, ജയിലിലെ ജീവനക്കാർ അവിടെ ഇരിക്കുന്ന ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ നോക്കും. തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഇയാൾ ഈ അരം ഉപയോഗിച്ച് കമ്പി മുറിക്കുകയാണ് ഉണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ പറഞ്ഞത് താൻ ഭക്ഷണം കുറച്ച് മെലിഞ്ഞതിന് ശേഷം വളരെ ചെറിയൊരു വിടവിലൂടെയാണ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയത്. 2017 മുതൽ ഈ ആസൂത്രണം നടത്തുന്നുണ്ട് എന്ന മൊഴി നൽകിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ഇയാളുടെ അഭിഭാഷകനായിരുന്ന ആളൂർ മരിച്ചുപോയി. ലീഗലായിട്ടൊരു ഉപദേശവും ലീഗലായിട്ടുള്ളൊരു സഹായവും തനിക്ക് ലഭിക്കുന്നില്ല. മാത്രമല്ല, പരോൾ ലഭിക്കുന്നില്ല. ജയിൽ മാറണമെന്ന് ആവശ്യപ്പെട്ട് അതും നടക്കുന്നില്ല. അതുകൊണ്ടാണ് താൻ ജയിൽ ചാടിയത് എന്നൊക്കെയാണ് ഗോവിന്ദചാമി ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി.